പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 8-ാം തീയതി വെള്ളിയാഴ്ച. ഈശോയുടെ തിരുഹൃദയത്തെ പ്രത്യേകം ധ്യാനിക്കാം. ആ തിരുഹൃദയത്തിലെ തിരുരക്തം കൊണ്ട് ഈ ദിവസം നമ്മൾ പൂർണ്ണമായും കഴുകി വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ പ്രവർത്തന മേഖലകളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 30-ാം വചനം ധ്യാനിക്കാം. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കളയെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല, വിള നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് അതിനെയും വളരാൻ അനുവദിക്കുന്നത്. ചിലപ്പോഴൊക്കെ നാം പറയാറില്ലേ, അക്രമവും അനീതിയും ചെയ്തിട്ടും അവരൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഓർക്കുക, ഒരു നാൾ അവരെല്ലാം പിടിക്കപ്പെടും. ഭീകരമായിരിക്കും ആ ദിവസം. കർത്താവേ, ആത്മീയ ജീവിതത്തിൽ അലസതയുണ്ടാകുമ്പോഴാണ് ജീവിതത്തിലേക്ക് കളകൾ കടന്നു വരുന്നതെന്ന് തിരിച്ചറിഞ്ഞ് എപ്പോഴും ജാഗ്രതയോടെ മുന്നോട്ട് പോകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.